പാരകൾ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതും പെരുന്നാളും ഓണവും സ്പെഷ്യൽ ഡേയ്സും ഒന്നും അല്ലാതെ. ഹായ്, ബിൻലാണ്. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് കേട്ടോ. അതും കുറച്ച് തൊഴിലാളികളുടെയും അവരെ ചങ്ക് പോലെ സ്നേഹിക്കുന്ന കുറച്ച് മുതലാളിമാരുടെയും കഥ. അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്താ കാര്യമെന്ന്. ഒന്നുമല്ല കേട്ടോ. ഒരു ദിവസം അവരുടെ ബിസിനസ്സോ ലാഭമോ ഒന്നും നോക്കാതെ കട പൂർണ്ണമായും അടച്ച് അവരെ സന്തോഷിപ്പിക്കാൻ ട്രിപ്പ് കൊണ്ടുപോയതിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ലാഭം ഉണ്ടാക്കാൻ കൃത്രിമ ചേരുവ ഉണ്ടാക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് സ്റ്റാഫിന്റെ സാലറി വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് തൊഴിലാളികളില്ലാതെ നമ്മളില്ല എന്ന അവരുടെ തിരിച്ചറിവുണ്ടല്ലോ. അതിന് എൻ്റെ വക പാരഗൺ ടീമിനൊരു ബിഗ് സല്യൂട്ട്. യാത്ര അടിച്ചു പൊളിച്ച് തകർത്ത് ഹോട്ടൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം. हम लोग फर्स्ट टाइम ऐसा वाला एक टूर में किया. أنا من السعودية. ما شاء الله ثانس واجد زيادة مبسوط. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുതലാളിമാര് ഇതുപോലുള്ള ഒരു അവസരം തന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അറിവുകൾ പരിമിതമാണ്. സൂപ്പറാണ് പ്രോഗ്രാം. ഇതേപോലെ ടൂർ അടിപൊളിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. പ്രത്യേകിച്ച് രണ്ടും നമ്മളെ മുതലാളിമാരെ നമുക്ക് വേണ്ടി തന്ന സപ്പോർട്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം നമ്മളെ കൂടെ തന്നെ യാത്രയിൽ പകുതി വരെ നമ്മളെ കൂടെ അവർ വന്നിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയൊരു ഭക്ഷണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ എന്താ കിട്ടുന്നത്? അതിന്റെ പേര് എനിക്കൊന്നും പറയാനില്ല. ഒക്കെ പഠിച്ചത് അത്ര സ്നേഹത്തോടെ നമ്മൾ വെച്ച് വിളമ്പോഴും എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു. അത്ര ഈ നിമിഷത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിലും അവരുടെ സന്തോഷവും മനസ്സ് നിറഞ്ഞുള്ള സംസാരവും കേൾക്കാൻ കഴിഞ്ഞതും അത് കാണാൻ കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല നിമിഷങ്ങളാണെന്ന് ഞാൻ ഉറപ്പായും പറയും. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ അത് തന്നെയാവും ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അവസാനത്തെ ആ സർപ്രൈസ് ഗിഫ്റ്റ് കൂടിയായപ്പോൾ അവർ തന്നെ ഒന്ന് ഞെട്ടിയെന്ന് വേണം പറയാൻ. ലൈഫിലെ ചില മൊമെൻറ്റ്സ് അങ്ങനെയാട്ടോ നമ്മളെ കൂടി അറിയാതെ മനസ്സ് നിറയിക്കും. ദമാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റ് ഒരു ദിവസം കട അടച്ചിട്ടിട്ട് ടൂറ് കൊണ്ടുപോയി അവർ മാക്സിമം എൻജോയ് ചെയ്യിപ്പിച്ച് വരുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവർ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ?